ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ. ഇത് കിട്ടണം. നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ല കേട്ടോ. വേണ്ട, തൊടണ്ട, പറഞ്ഞാ മതി. നിങ്ങള് ഭാര്യന്റെ അത്ര ഉയരല്ല, അതാണ് പ്രശ്നം. അത് ഞാൻ കുനിഞ്ഞു നിന്നിട്ടാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്റ്റൂൾ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊന്നും വേണ്ട, നിങ്ങൾ എടുത്താ മതി. പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസ് ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശം. അത് ഇന്ത്യയിലായതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ. ഞാൻ ദുബായിലായിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ്. അല്ല, പിന്നെ ഒരു ടൈ കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവേ? ടൈ കുറച്ചുകൂടെ ഒക്കെ ഒരു അത് വേണ്ട, ഈ ഫിഗറിന് ശരിയാവില്ല അല്ലേ? റെഡി റെഡി. സ്മൈൽ സ്മൈൽ സ്മൈൽ. റെഡി. എന്റെ വല്യമ്മവും കുടിക്കുമല്ലോ. മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന. ഫോട്ടോ ഒരു ഗ്ലാസ് ബ്രാൻഡി വേണമായിരുന്നു. ഒരു ഗ്ലാസ് നിറച്ചോ? ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. ഡബിൾ ലാർജ്. ഓക്കെ, പെട്ടെന്ന് വേണം കേട്ടോ. സോഡ വേണ്ടേ? വേണോ സാറേ? കൂമ്പ് കരിഞ്ഞു പോകും. ജോസേ, ദിനേശ, താൻ ഇവിടെ? എന്തൊരു മായാജാലം! കള്ള, കുടിയില്ല, വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന. അപ്പൊ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അത് കൊള്ളാമല്ലോ. അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള പാർട്ടിയാണല്ലോ. എനിക്ക് സന്തോഷായി. ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാലോ. അപ്പൊ എന്ന് മുതലായി പരിപാടി തുടങ്ങിയത്? ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ. കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സാരില്ല, ഞാൻ ശരിയാക്കി തരാം. ഇന്ന് നമ്മൾ കലക്കുന്നു. ഇന്ന് ഉദ്ഘാടനമായതുകൊണ്ട് എല്ലാം എന്റെ വക. അത് വേണോ? പിന്നെ വേണം. ജോസേ, ഒരു ഫുള്ള് ഇങ്ങോട്ട് പോരട്ടെ. താൻ ഭാഗ്യവാനാടോ ദിനേശ. കുടിച്ചു എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല, ബഹുമാനവും നേടാം. യു ആർ വെരി റിയലി ലക്കി മാൻ. താങ്ക് യു വെരി മച്ച്. നോ മെൻഷൻ. താങ്ക് യു. സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെടില്ലേ സാർ? പിന്നെ ഞാൻ സുന്ദരനല്ലേ സാർ? സാറ് പറയണം. ദിനേശ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരൻ നീയാണോ ദിനേശ? ആണോ? നീ വാ. വാട കുട്ടി.
ഞാനാണോ? ഉം. എനിക്ക് സാറിന്റെ സ്നേഹമാണ്. ആ ഡോക്ടർ എന്താ സാർ മറുപടി തന്നിട്ടില്ല? പോട്ടെ, അയാളോട് പോവാൻ പറ ദിനേശ, ഞാനില്ലേ ഇവിടെ. സാറാണ് ലോകത്തിലെ ഏറ്റവും വലിയ എന്റെ രക്ഷ. അങ്ങനെ പറയല്ലേ കുട്ടി. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല സാർ. നിന്റെ ദുഃഖം മാറിയില്ലേ ഇപ്പോഴും? നേരെ നേരെ നടക്ക് ദിനേശ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പിടി കൊടുക്കരുത്, നേരെ നടക്ക്. ആ, ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് എനിക്ക് പ്രശ്നമാണ്. സ്റ്റെപ്പ് ഉണ്ട്. പതുക്കെ പതുക്കെ. ശബ്ദം ഉണ്ടാകും, ശബ്ദം ഉണ്ടാകും. ദിനേശ, എന്താ സാറേ? നിന്നെയല്ലടാ, വാല് തുറക്കാൻ. മര്യാദക്ക് വാല് തുറക്കാൻ. ചവിട്ടി പൊളിച്ചേക്ക് സാറേ. ചവിട്ടി പൊളിക്കട്ടെ. അയ്യോ, എന്റെ മോനെ എന്ത് പറ്റി? ദിനേശേട്ടാ, മോനെ ദിനേശാ ഇത്. അമ്മ, തലക്കുളം സാറേ, എന്റെ ദൈവമാണ് എന്റെ അമ്മ. കുഞ്ഞിന് എന്ത് പറ്റി? അമ്മയും ശോഭയും അദ്ദേഹത്തിന്റെ കാലിൽ വീണ് നമസ്കരിക്ക്. വേണ്ട ദിനേശ, നിർബന്ധിക്കണ്ട. അവരായിട്ട് വന്ന് വീഴട്ടെ. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോനെ കൊണ്ടുപോയി താൻ കുടിപ്പിച്ചു അല്ലേ? ഇറങ്ങി പോടോ. കുടിപ്പിച്ചു, ഇനിയും കുടിപ്പിക്കും. അവന്റെ ദുഃഖം മറക്കാൻ ഞാൻ അവന് ഇത്തിരി മദ്യം കുടിപ്പിച്ചു. പെങ്ങളെ, അവനിനി രാത്രി ദുഃഖം വരികയാണെങ്കിൽ ഇത് കുറേശ്ശെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കും. തോൻ തൊലഞ്ഞു പൊട്ടി. ഇറങ്ങി പോടോ. ഇനി പടി കിടക്കരുത്. ദിനേശ, ഗുഡ് നൈറ്റ്. ശോഭ എന്തിനാ കരഞ്ഞത്? എന്നെ അമ്മ വഴക്ക് പറഞ്ഞത് ഞാൻ മനസ്സമാനം തരാത്തോണ്ടാണത്ര ദിനേശേട്ടൻ കൂടി തുടങ്ങിയത്. അമ്മ അങ്ങനെ കരുതിയതിൽ തെറ്റില്ലല്ലോ. ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത ആള്. ശോഭയല്ലേ പറഞ്ഞത് കെന്നഡി കുടിച്ചിരുന്നു, വിൻസ്റ്റൺ ചർച്ചിൽ കുടിച്ചിരുന്നു എന്നൊക്കെ? കുടിക്കുന്നവര് കുടിക്കട്ടെ, ഇല്ലാത്ത ശീലം ഉണ്ടാക്കേണ്ട കാര്യം ദിനേശേട്ടനുണ്ടോ? പുരുഷത്വത്തിന്റെ ഞാൻ പല്ലൊന്നും തേച്ചിട്ടില്ല. ചായ ഇപ്പൊ വേണ്ട. ചായയല്ല, അവനൊരു ഗ്ലാസ് നിറച്ച് കള്ളു കൊണ്ട് കൊടുക്കടി, കുടിക്കട്ടെ. സാറേ, സാറിന് തലവേദനയൊന്നുമില്ലല്ലോ? തലവേദന? അല്ല, ആദ്യമായിട്ടാകുമ്പോ തലവേദനയും ക്ഷീണമൊക്കെ ഉണ്ടാവും. പിന്നെ പിന്നെ ശരി ആയിക്കോളും. സാറിനെ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. വിശ്വാസവഞ്ചന കാണിക്കരുത്. നമ്മൾ തമ്മിൽ പല പല രഹസ്യങ്ങളും കൈമാറിയിട്ടുണ്ട്. അതൊക്കെ ഈ വർക്കേഴ്സിന്റെ മുമ്പിൽ വിളമ്പി എന്റെ റെസ്പെക്ട് കളയരുത്. മനസ്സിലായില്ല. നമ്മൾ ഇന്നലെ കുടിച്ച കാര്യം ആ സഹദേവൻ അറിഞ്ഞല്ലോ. ഏയ്, ഞാൻ പറഞ്ഞതല്ല. ബാറിൽ വെച്ച് ഒരുപാട് പേര് കണ്ടതല്ലേ. കൈ കഴുകാൻ വെള്ളം വെച്ച സിമെന്റ് തൊട്ടില് താൻ മൂത്രം ഒഴിച്ചത് ആ ഏരിയ മുൻപാട്ടാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതൊന്നും കുഴപ്പമില്ലെന്നേ. നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ദിവസേന കുടിക്കുന്നത് ഒരു ശീലാക്കിയാ മതി. ആളുകളുടെ വായ താനടയും. ബാക്കി കാര്യം ഞാൻ ഏറ്റു. മതി മതി, ഇപ്പൊ തന്നെ ആകെ നാറി. ഒരു കാര്യം പറയാം, ഇനി അധികം പരസ്യപ്പെടുത്തണ്ട കേട്ടോ.